നമസ്കാർ ദോസ്തോ. അതെ, നമ്മളിന്ന് വന്നിരിക്കുന്നത് അങ്ങ് വടക്ക് നിന്ന് നമുക്കൊരു ബ്രഹ്മാണ്ഡ സിനിമയുടെ ഒരു ചെറിയ ഗ്ലിംസ് വന്നിട്ടുണ്ട്. രാമായണ പാർട്ട് 1, അതിലെ രാമൻ ക്യാരക്ടറിൻ്റെ ഒരു ക്യാരക്ടർ ഷോർട്സുകൾ വെച്ചിട്ട് ഒരു സാധനം. ഇന്ത്യയിൽ ബ്രഹ്മാണ്ഡം ചെയ്യുമ്പോൾ എല്ലാവരും ആദ്യം കൈവെക്കുന്ന 2 കഥകളിലൊന്ന് മഹാഭാരതവും രാമായണം. രാമായണത്തിൻ്റെ മറ്റൊരു വർഷം. അതെ അതെ, കഴിഞ്ഞ വർഷമാണ് മറ്റേ വർഷം കിട്ടി നോക്ക്. അല്ലല്ല, കഴിഞ്ഞതിന്റെ വർഷം ആദ്യ പുരുഷനെ കിട്ടിയിട്ട് എനിക്ക് ഓർമ്മയില്ല കേട്ടോ, എനിക്ക് ഓർമ്മയില്ല സത്യം പറഞ്ഞു. ഓക്കെ ഓക്കെ ഓക്കെ, ഞാൻ മറക്കാൻ ആഗ്രഹിക്കുന്ന ദിവസമാണത്. അതായത് മോസ്റ്റ് എക്സ്പെക്റ്റഡ് അല്ലല്ലോ, മോസ്റ്റ് ആന്റിസിപ്പേറ്റഡ് ഫിലിം ഓഫ് ദി ഇയറിൽ ഉണ്ടായിരുന്ന പടമാണ്. ആ വീഡിയോ നമ്മൾ ചെയ്തില്ല, പക്ഷേ നമ്മുടെ മനസ്സിലുണ്ടായിരുന്ന ആ വീഡിയോ ചെയ്തില്ല. പക്ഷേ ഒരു അൺഫോർച്യുനേറ്റ്ലി നമ്മൾ ഈ വീഡിയോ ഇറങ്ങിയപ്പോൾ തന്നെ കണ്ടുപോയി. സോ ഇതൊരു റിയാക്ഷൻ വീഡിയോ ഒന്ന് പെകളി പിടിച്ച് ഞങ്ങൾ ക്ലിക്ക് ചെയ്തു. നമുക്ക് ഈ റിയാക്ഷൻ വീഡിയോ എന്ന് പറയാൻ പറ്റില്ല, ഇതൊരു റിയാക്ഷൻ. പക്ഷേ നമ്മുടെ റിയാക്ഷൻ വീഡിയോ കാണാൻ വന്ന സുഹൃത്തുക്കളെ ഞങ്ങൾ നിരാശപ്പെടുത്തുന്നില്ല. നമ്മൾ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഞെട്ടും. അതെ, നമ്മൾ അത് റിയാക്ട് ചെയ്ത് തരാം. സോ നമുക്ക് ആ ഗ്ലിംസ് ഒന്ന് കാണാം. സൗണ്ട് ഉണ്ടോ? പീക്ക് സൗണ്ട് വേണം നമുക്ക്. പ്രൈം ഫോക്കസ്. എൻ്റെ ചേട്ടൻ അവിടെ വർക്ക് ചെയ്തിരുന്നു, നമ്മുടെ പരിചയമുള്ള. ഇത് സെക്കൻഡിൻ്റെ വാർ സീക്വൻസ് അടുത്ത പാർട്ടിലായിരിക്കും. രാവണനായിരുന്നു അതാ ചവിട്ടാൻ പോയി? അല്ലല്ല, കുംഭകർണനാവാനാണ് ചാൻസ്. മേ ബി, അല്ലെങ്കിൽ ഫേസ് കണ്ട് യശിൻ്റെ ഒരു ചായ ഉണ്ട്. സോറി, സൗണ്ട് ഡിസൈൻ കൂടെ വേണമായിരുന്നു അല്ലേ ആ സീനിലൊക്കെ. നമ്മളൊരു ഷോട്ട് നല്ല രസം അല്ലേ. ഇവരെ തന്നെ കുറച്ച് പ്രൊമോട്ട് ചെയ്യുന്നുണ്ടല്ലേ, അവരാണല്ലോ പ്രൊഡ്യൂസർ. ക്യാരക്ടർ ശൂർപ്പണയാണ്, ജഡായു ആയിരിക്കല്ലേ. സീതയുടെ ചെറിയൊരു ഛായ അല്ല, ചെറിയൊരു ഗ്ലിംസ്. ഒരു ലോങ് ഷോട്ട് ഉണ്ടായിരുന്നു എല്ലാവരോടും നിൽക്കുന്നത്. ഇതിലേറ്റവും കിടിലൻ ഷോട്ട് കാണണം. കാരണം സൗണ്ട് ഡിസൈൻ ഉള്ളതുകൊണ്ടാണ് അത് ഭയങ്കര. നമ്മൾ ആ പുഷ്പകുമാരത്തിൻ്റെ ലുക്ക്, അത് ആക്ച്വലി പേഴ്സണലി എനിക്ക് ഹോൾ ഈ ഗ്ലിംസിനകത്ത് എൻ്റെ ഫേവറേറ്റ് മൊമെൻ്റ് അതാണ്. സോ ആക്ച്വലി നമ്മൾ ഈ ടീസർ നമ്മൾ ടീസറിലെ ഗ്ലിംസാണ് വാട്ടവർ, അത് നമ്മൾ ഫസ്റ്റ് ഡേ റിലീസായ സമയത്ത് തന്നെ കണ്ടിരുന്നു. മൾട്ടിപ്പിൾ ടൈം കണ്ടു നോക്കി. ഈ 4000 കോടി എന്ന് പറയുന്നത് 2 പടത്തിനും കൂടെ ബജറ്റാണ്. അതെ, മെജോറിറ്റിയും ബജറ്റും പോണത് ഈ VFX ഡിപ്പാർട്ട്മെന്റിലേക്കാണ്. ഈ സിനിമയുടെ പ്രൊഡക്ഷൻ ഹാൻഡിൽ ചെയ്യുന്നത് ഈ ഡീനഗ് തന്നെയാണ്, നമിത് മൽഹോത്ര. വലിയൊരു അവർ ഈ 4000 കോടി എന്ന് പറയുമ്പോഴത്തേക്കും ഹോളിവുഡ് പടങ്ങളുടെ ബഡ്ജറ്റിലും മേലെയാണ്. അതുകൊണ്ട് തന്നെ അവരുടെ തന്നെ ഏറ്റവും ബജറ്റ് കൂടിയ സിനിമ എന്നുള്ള രീതിയിൽ പറയാവുന്ന ഒരു പടം തന്നെയാണ്. അവരുടെ കൺട്രോൾ ഓവർ ദി സിനിമ വളരെ ഹൈ ആയിരിക്കും. അതെ, എനിക്ക് തോന്നുന്നത് ഈ നിതീഷ് തിവാരി ആക്ച്വലി ഹാൻഡിൽ ചെയ്യാൻ പോകുന്നത് ഒരു പക്ഷേ സിനിമയിലെ ഈ ഡ്രാമ ഏരിയസോ അല്ലെങ്കിൽ ഈ ആക്ടേഴ്സിനെ താങ്കൾ ഹാൻഡിൽ ചെയ്യൂ. ബാക്കിയുള്ള വാർ സീക്വൻസ്, ബാക്കിയുള്ള എല്ലാ VFX ആയിട്ട് വരുന്നല്ല, VFX ഹെവി ആയിട്ട് വരുന്ന എല്ലാ സീക്വൻസുകളുടെയും കൺട്രോൾ കംപ്ലീറ്റ്ലി ഡീനഗിന്റെ കയ്യിലാവാനാണ് ചാൻസ്. അല്ല, ഒരു സീൻ വരുമ്പോൾ ഒരു ഇഷ്യൂ വരുമ്പോഴത്തേക്കും നമുക്ക് ഇങ്ങനെ മതി എന്നുള്ള കോൾ ചിലപ്പോൾ ഡയറക്ടറിന് എടുക്കാൻ പറ്റത്തില്ല. അങ്ങനെ ചെയ്താൽ ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല, സോ ഇങ്ങനെ തന്നെ ചെയ്യാം,
എന്നുള്ളൊരു പവർ എനിക്ക് തോന്നുന്നു. കാരണം നമ്മുടെ ഈ ഗ്ലിംസ് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഈ ഡയറക്ടറുടെ പേര് വരുന്നത് അതെ അതെ വിത്ത് എന്ന് പറയുന്നത്, അതായത് അദ്ദേഹം ഒപ്പം ഡയറക്ടർ നിതീഷ് തിവാരി എന്നാണ് വെച്ചിരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നത് പടത്തിന്റെ ഓവറോൾ കൺട്രോൾ കംപ്ലീറ്റ്ലി ഇവരുടെ വിഷനാണ്. അത് വാത്മീകി രാമായണം മാറ്റി ഇപ്പൊ നമിത് മൽഹോത്രാസ് രാമായണമാണ് നമ്മൾ കാണാൻ പോകുന്നത്, ഇവരുടെ വേർഷൻ ഓഫ് രാമായണം. പിന്നെ ഇത് ഇപ്പം നമ്മൾ കണ്ടു കഴിഞ്ഞപ്പോൾ ഒരുപാട് പേരുടെ റിവ്യൂലും കാര്യങ്ങളും നമ്മൾ കണ്ടൊരു സംഭവമുണ്ട്. ഇത് കണ്ടതിന് ശേഷം അതായത് VFXന്റെ കാര്യം, ഒരുപാട് പേർക്ക് ഇതിന്റെ VFX പരിപാടികൾ കുറച്ച് അണ്ടർവെൽമിംഗ് ആയി ആണ്. നമുക്ക് പേഴ്സണലി പറഞ്ഞാൽ നമുക്കും വാവ് എന്നുള്ള അങ്ങനെ ഒരു എക്സൈറ്റ്മെന്റ് ഒന്നും തോന്നിയില്ല. പക്ഷെ നമ്മൾ കണ്ട ആദിപുരുഷ് കണ്ടതിന് ശേഷം അതിനു മേളിൽ എന്തും നമ്മളെ സംബന്ധിച്ചോളം ആദിപുരുഷനെ ഒരു സ്റ്റാൻഡേർഡ് ആയിട്ട് പോലും വെക്കാൻ സാധിക്കില്ല. പക്ഷെ അത് കണ്ടതുകൊണ്ട് ഞാൻ പറയാണ്, അത് വെച്ച് നോക്കുമ്പോൾ ഫാർ 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 ബെറ്റർ സാധനമാണ്. ബട്ട് എന്നിരുന്നാലും നമ്മൾ VFX ഹെവി പടങ്ങൾ ഒരുപാട് കാണുന്നതുകൊണ്ടും അത് മാത്രമല്ല, ഇപ്പോൾ ഈ AI ജനറേറ്റഡ് ഒരുപാട് ഇമേജസ് കണ്ടതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഇനിയിപ്പോൾ എന്ത് VFX ചെയ്താലും VFXന് മേലെ ഒരു വിഷൻ ഇല്ലാത്ത ഒരു ഫീൽ എനിക്ക്, അതായത് കുറച്ചധികം ടെംപ്ലേറ്റഡ് ജനറിക് വിഷ്വൽസ് ഫീൽ ചെയ്തത്. അതായത് ഉണ്ട്. അത് മാത്രമല്ല, ഇപ്പോൾ ഈ AI കാര്യം പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഒരുപാട് പേരുടെ കമൻസിലും ഇതിലൊക്കെ AI കുറച്ച് കുറയ്ക്കാം എന്നൊക്കെ പറഞ്ഞ് കമന്റ്. ഞാൻ ആക്ച്വലി AI യൂസേജ് ഇവർ വളരെ കുറവായിരിക്കും. ഇത് കംപ്ലീറ്റ്ലി ഇപ്പോൾ ഇൻകംപ്ലീറ്റ് VFX കൂടുതലായിരിക്കും. കാരണം നമുക്ക് ഈ ടീസറിന് വേണ്ടി കുറച്ച് ഷോർട്സ് അവർ കുറച്ച് സെലക്ട് ചെയ്ത് അത് റെൻഡർ ചെയ്ത് അതിന്റെ ഫൈനൽ ഔട്ട്പുട്ട് അത് അൺഫിനിഷ്ഡ് ആയിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഈ കാണുന്ന വേർഷൻ. അത് ഒരുപാട് സിനിമകളുടെ ടീസേഴ്സ് ഇനിഷ്യലി ഒരു 6 മാസം ഇംഗ്ലീഷ് പടങ്ങളുടെ പലതും നമ്മൾ നോക്കി അറിയാൻ പറ്റും. അതിന്റെ ഫൈനൽ വേർഷൻ വേറെ ആയിരിക്കും. പിന്നെ ആക്ച്വലി പടം 3Dയിലും കൂടാണ്. സോ നമ്മൾ 3Dയിൽ ഈ വേർഷൻ കാണുമ്പോൾ എനിക്ക് തോന്നുന്നു മോർ ബെറ്റർ ഔട്ട്പുട്ട്. ആ ഒരു സംഭവം ഞാൻ, അതായത് ഈ 3D സിനിമകളുടെ 2D ട്രെയിലേഴ്സ് ഇറങ്ങുമ്പോൾ അതിന് എന്തോ ഒരു VFX ഇഷ്യൂ ഉള്ളതായിട്ട് തോന്നുന്നു. പക്ഷെ അത് തിയേറ്ററിൽ കാണുമ്പോൾ ഓക്കെ ആയിരിക്കും. കാരണം അത് ആ ഡെപ്ത് റെൻഡർ ചെയ്യുമ്പോൾ 2Dയിൽ റെൻഡർ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നമാണെന്ന് എനിക്ക് തോന്നുന്നു. അതായത് നമ്മളിത് കാണുമ്പോൾ ഇപ്പോൾ എസ്പെഷ്യലി ഇപ്പം നമ്മൾ ഈ രാമൻ ആ ഒരു സാൻഡ് സ്റ്റോം പോലെ സംഭവത്തിൽ നടന്നു വരുന്ന സീനെ കാണുമ്പോഴത്തേക്കും പിന്നെ ടോട്ടലി ഒരു പോളിഷ്ഡ് ലുക്ക് ഉണ്ട്. ബട്ട് എന്നാലും നമ്മളത് 3Dയിൽ നമ്മൾ ഒരുപക്ഷെ കാണുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ അത് കുറച്ചുകൂടെ ബെറ്റർ ആണെന്ന് ഫീൽ ചെയ്യാൻ ചാൻസ് ഉണ്ടെന്ന് തോന്നുന്നു. കാരണം ഇവര് ഫൈനലൈസ് ചെയ്യുന്നില്ല, അപ്പോൾ 3D ഇത് അത് വെച്ചാണ് ജഡ്ജ് ചെയ്യുന്നത്. അപ്പോൾ അത് പിന്നീട് 2Dയിൽ നമ്മൾ കാണുമ്പോൾ എന്തോ ഒന്ന് ഓഫ് ആയിട്ട് ഫീൽ. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഏതെങ്കിലും ഒരു 3D ഫിലിം ഇപ്പം സൂപ്പർ മാരിയോ ഉണ്ടെന്ന് തോന്നുന്നു ഒരു ഫിലിം, എനിക്ക് തോന്നുന്നു അതിന്റെ കൂടെ ഒരു അവതാരണ ഇഷ്യൂ ഉണ്ടായിരുന്നു. അല്ല, ഇപ്പം ഞാൻ പറഞ്ഞ ആ 3D പടത്തിന്റെ കൂടെ ഒരുപക്ഷെ ഇതിന്റെ ട്രെയിലർ 3D വല്ലതും കണ്ടാൽ ഒരുപക്ഷെ അങ്ങനെ കാണുന്നവർക്ക് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് ഫീൽ ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഞാൻ വാഴ 2 കാണാം. അതല്ല, അത് മറ്റേ കത്തനാരാണ്. അതെ. ഞാനത് ഇത് 3D ഇത് തിയേറ്ററിലൊന്നും കണ്ടിരുന്നല്ലോ. 3Dയിൽ എസ്പെഷ്യലി ഐമാക്സിലൊക്കെ കാണാൻ പറ്റിയിരുന്നെങ്കിൽ, ഐമാക്സിൽ ഉണ്ടായിരുന്നു ഇതിൻ്റെ ഒരു സ്ക്രീനിങ് ഉണ്ടായിരുന്നു അന്ന് റിലീസ് ചെയ്യുന്ന സമയത്ത്. സോ അങ്ങനെ കിട്ടിയിരുന്നെങ്കിൽ നമുക്ക് ഭയങ്കര കുറച്ചുകൂടെ ബെറ്റർ ഒരു ഇത് കിട്ടിയത്. നമ്മളിത് കാണുന്ന മീഡിയം ഇപ്പം മൊബൈലും ഇതിൽ കാണുമ്പോഴും പിന്നെ നമ്മൾ ഒരുപാട് VFX ഈ സിനിമകൾ കണ്ടതുകൊണ്ട് നമുക്ക് ഇപ്പോൾ ഓഡിയൻസിന് VFX ആണിത് എന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയാവുന്നതും അല്ലെ ഇത് VFX ആണ് എന്നുള്ള ആ ഒരു പൂർണ്ണ ബോധത്തിൽ അതെനിക്കൊണ്ടും ഒരു അല്പം ഇതായിട്ട്. കാരണം ഈ കാട്ടിലെ സീക്വൻസ് ഒക്കെ ഇവർക്ക് നേരിട്ട് പോയി ഷൂട്ട് ചെയ്യാം. 4000 കോടി ഉണ്ടെങ്കിൽ ഇവർക്ക് എവിടെ വേണേ പോയി ഷൂട്ട് ചെയ്യാം. അപ്പൊ അത് അതായത് ഈ വെള്ളത്തിലേക്ക് മറ്റേ അച്ഛൻ്റെ തോന്നുന്നു ഒഴിക്കുന്നതൊക്കെ എല്ലാം VFX ഇല്ല. അവരെ ഒരു തൊഴുന്നില്ല ഒരു വെള്ളച്ചാട്ടത്തിൽ. അപ്പൊ ആ സീക്വൻസ് അതിൽ ആക്ച്വലി വെള്ളത്തിന്റെ സീക്വൻസിൽ വാട്ടർ പ്രോപ്പർലി അതിന്റെ റെന്റ് കംപ്ലീറ്റ് ആകാത്ത പോലെ, കാരണം അത്രയും ഡീറ്റെയിലിംഗ് ഇല്ല ആ വാട്ടർ. അല്ല, സീക്വൻസ് ഒറ്റ നോട്ടത്തിൽ ഇത് ഫേക്കാണ്. അപ്പം ഫേക്ക് ഇൻ ദ സെൻസ് നമുക്ക് കാണുമ്പോൾ ഭയങ്കര CGI-ish ലുക്ക്. ഇത് CGI ആണല്ലോ, നമ്മുടെ ശ്രദ്ധ അങ്ങോട്ട് പോരും. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കഥയിലായിരിക്കണം. ഇതെപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അതായത് നമുക്ക് ഉൾപ്പെടെ ഇപ്പോൾ ഈ എൻഡയർ ഒരു ഗ്ലിംസ് കണ്ടതിനേക്കാൾ ഇമ്പാക്റ്റ് ഉണ്ടായിരുന്നു വാരണാസിയിലെ ആ ഒരു ഷോട്ട്. അതൊരു സിംഗിൾ ഷോട്ടാണ്, കണ്ടിന്യൂസ് ഷോട്ട് പോലാണ് അതും പോകുന്നത്. CGI ഗ്ലിംസ് ആണെങ്കിലും അതിന്റെ ഒരു ഡെപ്ത്, അതായത് ഇപ്പൊ ഇവിടെ നിന്ന് ഹനുമാന്റെ വാലയക്കൂടെ ഇവരിത് പോകുന്നു, അതിന്റെ അപ്പുറത്തൊരു ഇങ്ങനെ രാമനെ ഇവരെല്ലാവരും ഇങ്ങനെ എയറിൽ നിർത്തിയിരിക്കുന്നു. ആ ഒരു വിഷൻ എന്ന് പറയുന്ന സംഭവം വിഷൻ അതാണ്. അതായത് ഡയറക്ടറിന്റെ ഇൻപുട്ട് വളരെ കുറവാണ്. ഇത് കുറച്ചുകൂടെ നമ്മൾ കണ്ടിട്ടുള്ള ഒരു ടെംപ്ലേറ്റ് ഓഫ് സ്ഥിരം ഇവര് ഇംഗ്ലീഷ് പടങ്ങൾ ഇപ്പൊ കുറച്ച് കാലമായിട്ട് ഹോളിവുഡിൽ ഒരു സിമിലർ പാറ്റേണിലുള്ള ഈ മാർവൽ പടങ്ങൾ വരുന്നുണ്ട്. ഇതിൽ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ജൈൻസിന്റെ ലുക്ക് അത് ഭയങ്കര സിമിലർ. നമ്മൾ ഒരുപാട് ഇപ്പം ഗെയിം ഓഫ് ത്രോൺസിൽ കണ്ടതുപോലെയോ അല്ലെങ്കിൽ ഗെയിമുകളിലും ലോർഡ് ഓഫ് ദ റിങ്സ് അങ്ങനെ കുറെ നമ്മളെ ഓർമ്മിപ്പിക്കാതെ ഇത് നമ്മുടെ വെസ്റ്റേണൈസ് ചെയ്യാന്ന് പറയുന്ന പോലെ അല്ലേ. അതായത് രാമായണത്തിൽ കുറെ എലമെന്റുകളെ വെസ്റ്റേണൈസ് ചെയ്യുന്ന ഒരു ഫീൽ ഉണ്ട്.
നമുക്ക് ഇപ്പം അത് ടെക്നീഷ്യൻസ് വലിയൊരു ശതമാനം ചിലപ്പോൾ വെസ്റ്റേൺ ആവാം, അല്ലെങ്കിൽ ക്യാരക്ടർ ഡിസൈനിൽ അത് വരുമല്ലോ. പക്ഷേ ഫൈനൽ കോളിന്റെ ഇഷ്യൂ ആണ് അത്. അല്ല ഇപ്പം നമ്മൾ നോക്കിയാൽ ഈ രാക്ഷസൻ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഒരു രാക്ഷസൻ എന്നുള്ളതൊക്കെ ഈ ബുക്കിൽ തന്നെ ഇതിനെപ്പറ്റി അവർ പ്രോപ്പറായിട്ട് ഓഗർ എന്ന കൈൻഡ് ഓഫ്. അതെ അതെ, നമ്മൾ ഇതിൽ കണ്ട പോലെ ലോർഡ് ഓഫ് റിങ്സിലൊക്കെ ഓക്സോ അങ്ങനെ എന്തല്ലേ ഒരു പേര്, ഓർക്സ് എന്ന് പറഞ്ഞ ഒരു അതാണ് ഓക്സ് എന്ന് പറയുന്ന ഒരു ഇതുണ്ട് ക്രീച്ചേഴ്സ്, എന്താ പറയാ ഒരു. അപ്പൊ ആ സംഭവം ലൈൻ ഓഫ് ക്രീച്ചർ ഡിസൈൻ ആണ്. അത് കുറച്ച് നമ്മൾ കണ്ടു മടുത്ത ക്രീച്ചർ ഡിസൈൻ ആണ്. അങ്ങനത്തെ ഒരു സംഭവത്തിനെ കണ്ടു. അപ്പം അങ്ങനെ കുറച്ച് ഡിസപ്പോയിന്റ്മെന്റ്സ് ഉണ്ട് ഇതിന്റെ. അതിനെന്തോ പറയുന്ന വിഷ്വൽ വിഷ്വൽ ഡിസൈനും പ്രൊഡക്ഷൻ. ബാക്കി ഈ കൊട്ടാരം കാണിക്കുന്ന ആ ഒരു ഇത് വെക്കുന്നത് മറ്റേ ആ ഇതില്ല നമ്മുടെ രഥം, അതൊക്കെ റിയൽ ലൈഫ് ഷോട്ട്സ്. എനിക്ക് തോന്നുന്നു ഒറിജിനൽ മോഡൽ അതിനൊക്കെ ഒരു രസമുണ്ട്. പിന്നെ എനിക്ക് തോന്നിയത് നമ്മുടെ ബാഹുബലിക്കകത്ത് ഇവര് കൊട്ടാരത്തിൽ നിന്ന് ഇറക്കി വിടുമല്ലോ ഇവര്. അപ്പോൾ ഒരു ഷോട്ട് ഉണ്ട്, ഇവര് 3 പേരും ആ കൊട്ടാരത്തിന് ഭാഗത്ത് നിൽക്കുന്നു എല്ലാവരും. അതേപോലെ ഒരു ഷോട്ട് ഇതിനകത്തുണ്ട്. അത് നൈറ്റിൽ ഇവർ രണ്ടുപേരും ആ തീ ഇങ്ങനെ കത്തി ഇവരിലേക്ക് ഇവര് ലിറ്റപ്പ് ആയിരിക്കുന്ന ഷോട്ട്. അതെ, അപ്പൊ അത് കണ്ടപ്പോഴാണ് രാജമൗലി. പിന്നെ അതുപോലെ ഇങ്ങനെ രാമൻ നടന്നു പോകുന്ന ഷോട്ടിൽ ആൾക്കാർ ഇങ്ങനെ പുഷ്പവൃഷ്ടി നടന്ന സീനിലും അത് കാണുമ്പോൾ പെട്ടെന്ന് ബാഹുബലി വൈബ്. കാരണം നമുക്ക് മൊത്തത്തിൽ അതിന്റെ കളേഴ്സും പരിപാടി എല്ലാം കാണുമ്പോൾ ഈ ബാഹുബലിയുടെ ഒരു ബാഹുബലി ആക്ച്വലി രാമായണത്തിൽ നിന്നൊക്കെ ഇൻസ്പയർ ചെയ്ത പരിപാടിയാണ്. അതുപോലെ ആ ഷോട്ട് കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഈ ബാഹുബലിയുടെ, അതായത് അവിടെ നിൽക്കുന്ന ആളുകളുടെ കോസ്റ്റ്യൂമിലുള്ള ഉപയോഗിക്കുന്ന കളേഴ്സിന്റെ ആണ് അതൊരു. അത് തന്നെ എനിക്ക് ഈ വാൾ ബാക്കിൽ സൂര്യൻ വെച്ച് വാൾ ചെയ്യുന്നൊരു അതും സെക്കൻഡിലൊരു പാട്ടിനകത്തുണ്ടല്ലോ ഇങ്ങനെ പുള്ളി ഇങ്ങനെ. അതെ അതെ, എനിക്ക് തോന്നുന്നു പുസ്തകത്തിൽ എഴുതി വെച്ചേക്കുന്നത് അങ്ങനെ ആയിരിക്കും രാമായണത്തിലൊക്കെ. അതായത് ഇങ്ങനെ സൂര്യന്റെ മുമ്പിൽ വന്ന് അങ്ങനെ എന്തെങ്കിലുമൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പൊ ഒന്നെങ്കിൽ അതുകൊണ്ടായിരിക്കും എല്ലാവർക്കും ഒരേ വിഷ്വൽ സെൻസിബിലിറ്റി കിട്ടുന്നത്. അതെ, ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ രാമായണം അപ്പം അത് വായിക്കുന്നവർക്കും മഹാഭാരതം വായിക്കുന്നവർക്കും അവർ മറ്റൊരു എപ്പിക് സിനിമ എടുത്താൽ അതിൽ നിന്നുള്ള ഇൻസ്പിറേഷൻസ് ഒരുപാട് എടുക്കാറുണ്ട്. പുഷ്പവിമാനത്തിനൊക്കെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് അവർ. അതെ അതെ, പുഷ്പവിമാനത്തിന്റെ ഡിസൈൻ എങ്ങനെയാണെന്നുള്ളതിനെ പറ്റിയൊക്കെ എന്തെങ്കിലും ഒരു ഡീറ്റെയിൽ ഡിസ്ക്രിപ്ഷൻ ഉണ്ടാവും. അപ്പം എനിക്ക് പേഴ്സണലി പുഷ്പവിമാനത്തിന്റെ വിഷ്വൽ കാണിച്ചപ്പം നമ്മളിങ്ങനെ നമ്മുടെ മനസ്സിലുണ്ടായിരുന്ന ഒരു പണ്ട് നമ്മൾ സീരിയലിലെ കണ്ട അതല്ലാതെ ഒരു പുതിയ ഡിസൈൻ, ഒരു ഭയങ്കര ഇത് കൊള്ളാലോ എന്ന് തോന്നുന്ന സാധനം എനിക്ക് അതായിരുന്നു. ബാക്കി ഇങ്ങനെ ഓക്കെയാണ്. ബട്ട് എന്നെ സംബന്ധിച്ച് ഇപ്പോഴും ഞാൻ ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്ന ഒരു സിനിമയാണ്. ഞാൻ ഈ കണ്ടത് ഇതിൻ്റെ വിഷ്വൽസ് തീരാത്തൊരു വേർഷനാണ്. അതെ, എനിക്കും ഈ പറഞ്ഞ പോലെ ഈ സിനിമ നമ്മൾ എനിക്ക് പേഴ്സണലി തോന്നുന്ന ഫസ്റ്റ് പാർട്ട് നമ്മൾ വിചാരിക്കുന്ന പോലെ വലിയ യുദ്ധമോ അല്ലെങ്കിൽ ഒരു വലിയ ആക്ഷൻ മറ്റേ ഇടയ്ക്കുള്ള കുറച്ച് എന്തെങ്കിലും ഒരു ഫൈറ്റ് സീക്വൻസ് ആണ്, എന്തെങ്കിലും ചെറിയ വേട്ടയ്ക്ക് പോകുന്നു അങ്ങനെ. കാരണം എനിക്ക് തോന്നുന്നു കുറെ കൂടെ ആ ഒരു ഡ്രാമ എലമെന്റ് ആയിരിക്കും ഈ സിനിമയിൽ കുറച്ച് വരാൻ പോകുന്നതെന്ന് തോന്നുന്നു, അറിയില്ല. അതാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. ബട്ട് ആദിപുരുഷ പോലെ ഫുൾ ഒരു ആക്ഷൻ മൂഡിലുള്ള. ആക്ച്വലി വിഷ്വലി മാത്രമല്ല, അവര് രാമൻ എന്ന ക്യാരക്ടറെ തന്നെ വേറെ രീതിയിലാണ് ചിത്രീകരിച്ചത്. എന്തോ ബാഹുബലിയാണ് രാമൻ എന്നുള്ള ലൈനിലാണ്, പ്രഭാസാണ് രാമൻ ഫുൾ ടൈം ദേഷ്യം. അങ്ങനെ രാമൻ എന്ന ക്യാരക്ടറിനെ ഇപ്പൊ കഥയാണ് എന്താണെന്ന് പറഞ്ഞാലും ആ ക്യാരക്ടർ എന്താണെന്ന് അറിയണം. പിന്നെ ഇവിടെ ഫുള്ള് ദേഷ്യം. നമ്മൾ ഈ കണ്ട സീനിൽ വനവാസ വിഷ്വൽസ് ഒക്കെ ഉണ്ടല്ലോ അല്ലേ, കുറച്ച് മറ്റേ ആ ഒരു ഗോൾഡൻ ഡിയർ ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഈ വനവാസത്തിന്റെ എലമെന്റ് പറയുന്നത് രാമൻ ഫുൾ ക്ലീൻ ഷേവിലാണ്. അതൊരു വിഷ്വൽ സ്റ്റൈലാണ്. നമ്മൾ എനിക്ക് അതല്ല, അത് നമുക്ക് ഒറിജിനൽ അങ്ങനെ ഇത് ചെയ്യണമെന്നില്ല. ഇപ്പം നമുക്ക് രൺബീർ കപൂറിനെ കാണാൻ ഏറ്റവും നല്ല ലുക്ക് ഇതാണെങ്കിൽ അങ്ങനെ തന്നെ രാമനെ പ്രസന്റ് ചെയ്യാൻ ഒരു വിഷ്വൽ ഡിസൈൻ ഉണ്ട്. 4 വർഷം ഇപ്പം ആ ലൈനിൽ യുദ്ധത്തിന് പോകുന്ന ഒരു പടവും വേണേ ചെയ്യാം. പക്ഷേ അതെനിക്ക് താടി വെച്ച ലുക്കിനേക്കാൾ പുള്ളിയെ ഏറ്റവും കൂടുതൽ പ്രസന്റബിൾ ആകുന്നതാണെന്നാണ് ഇതിപ്പം എന്ത് സംഭവിച്ചാലും രാമനായിട്ട് ആ നമ്മൾ കണ്ട വിഷ്വലിൽ തന്നെ സസ്റ്റെയിൻ ചെയ്യാം എന്നുള്ള ഡിസിഷൻ ഫിൽം മേക്കേഴ്സ് എടുത്തതായിരിക്കും. അതായത് വേറൊരു ലുക്കിലേക്കൊന്നും പോകണ്ട. വേറെ ലുക്ക് നമുക്കില്ല. നമുക്കിങ്ങനെ പുള്ളി ഇങ്ങനെ പ്രസന്റ് ചെയ്യാവുന്ന വേറൊരു ലുക്ക് എവിടെയും അതെ നമ്മൾ കണ്ടിട്ടില്ലല്ലോ, നമുക്കറിയത്തില്ലല്ലോ. അല്ല, ഞാൻ പറഞ്ഞ എക്സിസ്റ്റിംഗ് മീഡിയയിൽ പോലും വേറൊരു ലുക്കിൽ എവിടെയും പ്രസന്റ് ചെയ്തിട്ടില്ല. എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു പണ്ട് ഈ 14 വർഷം വനവാസം എന്ന് പറയുന്നത് കുറച്ചുകൂടെ റിയലിസ്റ്റിക് ആയിട്ട് കാട് ആ ഒരു സെറ്റിങ്ങിൽ ഒരു സംഭവം ചെയ്യണമെന്ന്. ഇതിന്റെ ഫാന്റസി എലമെന്റ് ഒക്കെ മറ്റേ ഈ അമീഷൻ ഫിലിമുണ്ട്. അറിയാം. അത് പക്ഷേ ഒരു വേറെ ലൈനാണ്. ഇപ്പൊ ഈ അമീഷിന്റെ ഒക്കെ പുസ്തകത്തിൽ നമ്മള് ശിവനെ കുറിച്ചൊക്കെ വായിക്കുമ്പോൾ കുറച്ച് സ്ട്രിപ്പ് ഡൗൺ, കുറച്ച് റിയലിസ്റ്റിക് ആണ്, എന്നാലും ഒരു ഫാന്റസി ഉണ്ട് എന്ന് പറയുന്ന ലൈനിൽ ഇവരെയൊക്കെ കുറെ കൂടെ മനുഷ്യനായിട്ട്. അതെ, ഇപ്പം കാട്ടിലേക്കാണല്ലോ പോകുന്നത്. പക്ഷെ നമ്മൾ ഇത് കാണുമ്പോഴത്തേക്കും ആ കാട് നമുക്ക് ഫീൽ ചെയ്യത്തില്ല. നമ്മൾ കുറച്ചുകൂടെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഡിവൈൻ എലമെന്റ്സിലൊക്കെ ആയിരിക്കും. അപ്പൊ നമുക്ക് പ്രസന്റ് ചെയ്തൊരു സംഭവം. അതെ, കുറച്ച് റോ ആയിട്ട് രാമായണത്തിന് കുറച്ചുകൂടെ റോ വേർഷൻ. അതായത് എങ്ങനെയായിരിക്കും ഇവർ കുറെ കൂടെ
മനുഷ്യന്മാരായിട്ട് ഇവരെ നമ്മൾ പ്രസന്റ് ചെയ്ത് എങ്ങനെയാണ് ഈ ഡിവൈൻ എലമെന്റിന് അപ്പുറത്തേക്ക് കുറച്ചുകൂടെ ഒരു മനുഷ്യന്മാരെ പോലെ. എനിക്ക് പേഴ്സണലി രാമൻ എന്ന ക്യാരക്ടർ അതാണ്. അതായത് പുള്ളിയുടെ ജീവിതത്തിൽ എന്തൊക്കെ പ്രശ്നം ഉണ്ടായിട്ടും പുള്ളി വളരെ സ്റ്റേബിൾ ആയിട്ടുള്ളൊരു മനുഷ്യനാണ്. യുദ്ധത്തിന് പോകണമെങ്കിലും പുള്ളിക്കൊരു അപ്പം കുറേയൊക്കെ രൺബീറിൻ്റെ ആ ഒരു എക്സ്പ്രഷൻലെസ്നെസ് അതിന് സ്യൂട്ട് ചെയ്യും. പക്ഷെ എനിക്കിപ്പോഴും രൺബീറിനെ കാണുമ്പം കബീറ പാട്ടൊക്കെ ഇട്ട് നടന്നു വരുന്നൊരു ആളായിട്ട് തോന്നുന്നു. ഒരുപാട് പേർക്ക് ആക്ച്വലി ഇപ്പോഴും വലിയ താല്പര്യം ഇല്ലാത്ത ഒന്നാണ്. സംസാരിച്ച് തുടങ്ങുമ്പോഴേ ഈ ഡയലോഗ് വരുമ്പോഴാണ് നമുക്ക് അറിയാൻ പറ്റുന്നത് ഇതിന്റെ ടോൺ എങ്ങനെയാണെന്നൊക്കെ. ഇതിപ്പം നമ്മൾ കുറച്ച് വിഷ്വൽസ് അതും അൺഫിനിഷ്ഡ് ആണ്. അപ്പം ഒരു ജഡ്ജ് ചെയ്യാൻ പോകുന്നില്ല ഇത് വെച്ചിട്ട്. സോ അപ്പം നമുക്ക് ഇനി അല്ലേ എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ല. സോ അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് സ്റ്റിൽ എക്സൈറ്റഡ്. സോ അപ്പോൾ നമുക്ക് ഇനി ഇതിൻ്റെ അടുത്ത അപ്ഡേറ്റ്സ് എന്തെങ്കിലും വരട്ടെ. 6 മാസം കൂടെ എന്തോ ഉള്ളൂ ഇനി റിലീസിന്. സോ നല്ലൊരു ഫിനിഷ്ഡ് ഔട്ട്പുട്ടിലേക്ക് എത്തട്ടെ. ഐമാക്സിൽ ഈ സിനിമ കാണും എന്നതാണ് എൻ്റെ ആഗ്രഹം. കണ്ടിരിക്കും ഞാൻ. അതായത് ഞാൻ പറയാൻ വന്നത് മറ്റേ ആദിപുരുഷനും ഇതേ വിധിയായിരുന്നു. അതായത് ടീസർ ഇറങ്ങിയപ്പോൾ ഭയങ്കര നെഗറ്റീവ് അടിച്ചു. അതുകൊണ്ട് എനിക്കൊരു സംശയമുണ്ട് ഇനി എങ്ങാനും ഇവര് അതും 6 മാസം കഴിഞ്ഞിട്ടല്ലേ. അതെ, അവരത് റിലീസ് ഡേറ്റ് വെച്ചിട്ടാണ് ട്രെയിലർ ഇറക്കുന്നത്. അതിനുശേഷം അവർ 6 മാസം ടൈം എടുത്തിട്ടാണ് വർക്ക് ചെയ്ത് ഇറക്കുന്നത് വീണ്ടും. അതെ അതെ. ഇപ്പൊ ഇതിന്റെ റെസ്പോൺസിന്റെ ഫിൽം മേക്കേഴ്സിന്റെ സൈഡിൽ നിന്നുള്ള റെസ്പോൺസ് നമ്മൾ കേട്ടിട്ടില്ല. അന്ന് ഈ ടീസർ ഇറങ്ങുമ്പോൾ നീ ഓർക്കുന്നുണ്ടെന്ന് അറിയില്ല, ഞാൻ ഈ ടീസർ കംപ്ലീറ്റ് എടുത്തിട്ട് റീഗ്രേഡ് ചെയ്ത് ഡാർക്ക് ആക്കി. അപ്പൊ കുറച്ച് പ്രശ്നങ്ങൾ ഫൈനൽ ഔട്ട് ചെയ്ത് അത് തന്നെയാണ്. അതായത് ഗ്രേഡ് ചേഞ്ച് ചെയ്ത് കുറച്ചുകൂടെ ഡാർക്ക് മോഡിലേക്ക് മാറ്റിയപ്പോഴത്തേക്കും പെർഫെക്റ്റ് എന്ന് പറഞ്ഞതല്ലേ. സോ അപ്പം ഒരു 6 മാസം സമയമുണ്ട്. ഇപ്പോൾ കിട്ടുന്ന ഈ റെസ്പോൺസിനകത്തുനിന്ന് ഇമ്പ്രൂവ് ചെയ്യാൻ ഒരുപാട് സമയമുണ്ട്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ പ്രോസസ്സ്. സോ ഒരു ഫുള്ളി ഫിനിഷ്ഡ് ഔട്ട്പുട്ടായിട്ട് വേറെ ക്യാരക്ടർ ഗ്ലിംസസ് വരില്ല. സീത അതെ ഉണ്ടാവും എല്ലാം ഉണ്ടാവും. നമുക്കിനി അടുത്ത ഗ്ലിംസോ ടീസറോ ട്രെയിലറോ ഒക്കെ വരുമ്പോഴത്തേക്കും നമുക്കിനി അടുത്ത ഒരു വര കൂടി വരേണ്ടി വരും അല്ലേ.